സമഗ്രയുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ദ പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് ഡാഷ് ഡെഡ്. രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ആ രണ്ട് സബ്ജക്റ്റുകളുടെ മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പ്ലൂറലായിരിക്കണം. പൊസസീവ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എ ആൻഡ് ദി. ഇവയിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് സബ്ജക്റ്റുകളുടെ മുന്നിൽ വന്നാൽ ഉത്തരം പ്ലൂറലായിരിക്കും. ഇവിടെ ഡ്രമാറ്റിസ്റ്റ് അതുപോലെ പോയറ്റ് ഈ രണ്ട് വാക്കുകൾക്ക് മുന്നിലായിട്ട് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നതുകൊണ്ട് ഉത്തരം 6 പ്ലൂറലായിട്ടുള്ള 6ലേക്ക് വരുന്നു. അടുത്ത ചോദ്യം, ഹെലൻ ഓഫ് ട്രോയ് വാസ് കൺസിഡേർഡ് ആസ് ദ ഡാഷ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ്. ഹെലൻ ഓഫ് ട്രോയ് വാസ് കൺസിഡേർഡ് ആസ് ദ ഡാഷ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ കഴിഞ്ഞാൽ എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ESTയിൽ അവസാനിക്കുകയോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും. ഇവിടെ ബ്യൂട്ടിഫുളിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് ഉത്തരം സി ഓപ്ഷൻ ആയിട്ടുള്ള മോസ്റ്റ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ഐ സാ എ മാൻ ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഐ സാ എ മാൻ ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ആർട്ടിക്കിളിൻ്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇപ്പം മാൻ എന്ന് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ മാൻ എന്ന് പറയുന്ന വാക്കിന് മുന്നിൽ പൊതുവെ ആർട്ടിക്കിൾ എ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൺസണൻസി തുടങ്ങുന്നതുകൊണ്ട് ആർട്ടിക്കിൾ ഏത് ഉപയോഗിക്കണം? എ ഉപയോഗിക്കണം. പക്ഷെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കണം. ഇവിടെ ദ മാൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് അവിടെ മാനിന് മുന്നിൽ ദ ചേർത്തിട്ട് പറയുന്നു. നാലാമത്തെ ചോദ്യം, രഞ്ജു റോട്ട് എ ലെറ്റർ ടു യു. രഞ്ജു റോട്ട് എ ലെറ്റർ ടു യു. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോഴത്തേക്കും സബ്ജക്റ്റും ഓക്സിലറി വെർബും വെച്ചിട്ടാണ് നമ്മൾ ടാഗുകൾ എപ്പോഴും ചെയ്യുന്നത്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗിങ് ഫോർമാറ്റ്, നെഗറ്റീവ് ടാഗിങ് ഫോർമാറ്റ് എങ്ങനെയാണ്? ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് എന്ന ഫോർമാറ്റിലായിരിക്കും. ഓക്സിലറി നോട്ട് സബ്ജക്റ്റ്. എന്നാൽ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിലോ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് രഞ്ജു ആണ് കിടക്കുന്നത്. പേരുകളാണെങ്കിൽ പ്രൊനൗണുകൾ ഉപയോഗിക്കുക. രഞ്ജു എന്ത് ചെയ്യുന്നു? ആണും ആവാം പെണ്ണും ആവാം. ഇവിടെ രഞ്ജു ആണായിട്ട് എടുത്തിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഹി അവിടെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തു. ഇനി ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്ത സെൻറ്റൻസുകളാണെങ്കിൽ വെർബ് നോക്കുക. വെർബ് V1 ആണെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡു ആയിട്ടും, വെർബ് എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ ഡസ് ഓക്സിലറി ആയിട്ടും, അതുപോലെ വെർബ് V2 ആണെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡിഡുമാണ്. റോട്ട് V2 ആയതുകൊണ്ട് ഡിഡ് നമുക്ക് ഓക്സിലറി ആയിട്ട് എടുക്കാം. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഉത്തരം ഡിഡിൻറ്റ് ഹി അവിടെ ഉത്തരമായിട്ട് കിട്ടി. ഓപ്ഷൻ ഡി ആണ് ഡിഡിൻറ്റ് ഹി. അഞ്ചാമത്തെ ചോദ്യം, വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് ഇൻ്റലിജൻറ്റ്. വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് ഇൻ്റലിജൻറ്റ്. ക്യാൻ ഉണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ഹാവ് ഉണ്ട്. നോക്ക്, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്. ഏതൊക്കെ? വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്. അതേപോലെ എവരി വൺ ഓഫ്. 5 വാക്കുകൾ. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ വാക്കുകൾ കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറലായിരിക്കും. എന്നാൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ വൺ ഓഫ് കഴിഞ്ഞിട്ട് ചിൽഡ്രൻ എന്ന് പറയുന്ന പ്ലൂറലാണ്. അതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കണം. ഈസ് അതുകൊണ്ട് ഉത്തരമായിട്ട് കിട്ടുന്നു. താങ്ക് യു.